എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. മറുനാടൻ സ്പെഷ്യൽ ഇന്റർവ്യൂ റൂമിലേക്ക് സ്വാഗതം. MS വേണുഗോപാലാണ് കൂടെയുള്ളത്. സാർ നമസ്കാരം. നമസ്കാരം. സാർ, അലാസ്ക ഉച്ചകോടി വളരെ ശ്രദ്ധിച്ചിരുന്നതാണ് ലോകം. വലിയ മാറ്റങ്ങൾ ഉണ്ടാകും, പ്രത്യേകിച്ച് റഷ്യ യുക്രൈൻ യുദ്ധത്തിനൊരു സമാപ്തി ഉണ്ടാകും എന്നടക്കമുള്ള കാര്യങ്ങൾ വരുന്നു. മാത്രമല്ല 10-20 വർഷത്തിന് ശേഷമാണ് റഷ്യയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെ അമേരിക്കയിലെത്തുന്ന സാഹചര്യം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും അലാസ്ക ഉച്ചകോടിയിൽ പ്രതീക്ഷിച്ചതൊന്നും ലഭിച്ചില്ല. ചർച്ചകൾ തുടരുമെന്നൊക്കെ പുടിൻ പറയുന്നുണ്ടെങ്കിലും എങ്ങും ചർച്ചകൾ എത്തിയില്ല. പ്രതീക്ഷിച്ചതുപോലെയല്ല കാര്യങ്ങൾ ഉണ്ടായത്. എന്താണ് ഈ വിഷയത്തിൽ താങ്കളുടെ ഒബ്സർവേഷൻ? യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് തന്നെയാണോ പുടിൻ പറഞ്ഞു വെക്കുന്നത്? അല്ല, അത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സെലൻസ്കി നേരത്തെ കയറി ട്രംപിനോട് പറഞ്ഞിട്ടുണ്ട്, താങ്കൾ എന്നെ കൂടെ ഉൾപ്പെടുത്താതെ ഈ ചർച്ചയൊക്കെ നടത്തിയാൽ ഇത് അവസാനിക്കാൻ പോകുന്നത്. അല്ലാതെ തന്നെ ഈ ട്രംപിന് സെലൻസ്കി ഇഷ്ടമല്ല. ആരെങ്കിലും ഇഷ്ടമല്ലെങ്കിൽ അവസ്ഥ അറിയാമല്ലോ, നമ്മുടെ നരേന്ദ്രമോദി ഇന്ന് അനുഭവിക്കുന്നുണ്ടല്ലേ. ഇഷ്ടമില്ലെങ്കിൽ ആ അച്ചി തൊടുന്നതെല്ലാം കുറ്റം എന്ന് പറഞ്ഞ പോലത്തെ രീതിയാണ് ട്രംപിനുള്ളത്. അപ്പം അതിന് പുറമെ ഈ സെലൻസ്കി പോകാൻ നേരത്ത് യൂറോപ്യൻ യൂണിയൻ കാര്യം പിടിച്ച ഒരു മീറ്റിംഗ് ഒക്കെ നടത്തിച്ച് ഞാനും കൂടെ അറിഞ്ഞുകൊണ്ട് എല്ലാം ചെയ്യാവൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ട്രംപിന് കലി വന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് യൂറോപ്യൻ യൂണിയൻ കാര്യം പറഞ്ഞു, അത് ശരിയല്ല, നമ്മൾ ഈ പാവത്തിനെ നമ്മളാണിട്ട് കളിപ്പിച്ചത്, അടി ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മളാണ് ഉണ്ടാക്കിയത്, എന്നിട്ട് നമ്മളതിനെ ചതിക്കുന്നത് ശരിയല്ല, അതിൽ കൂടെ ഫേവറബിളായിട്ടുള്ളൊരു ഉക്രൈനും കൂടെ ഫേവറബിളായിട്ടുള്ളൊരു കാര്യമേ നമുക്ക് കൊണ്ടെത്തിക്കാവൂ, അത് ഇവർ തമ്മിലൊരു ഉഭയകക്ഷി ചർച്ചയും വേണം. പുടിനാണെങ്കിൽ ഇത്തരം ഏർപ്പാടുകൾക്കൊന്നും തയ്യാറുമില്ല. പുടിൻ്റെ ഉദ്ദേശം റഷ്യക്ക് തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ മുഴുവൻ ഉക്രൈനിൽ നിന്ന് കിട്ടണം. നാറ്റോ അല്ലെങ്കിൽ ആര് വന്ന് കളിച്ചാലും അവിടെ റഷ്യയെ പെട്ടെന്ന് തൊടാൻ പറ്റരുത്. ആ ഒരു ദേശീയ സുരക്ഷയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്. അപ്പം അതിന് വിട്ടുവീഴ്ച ചെയ്യാൻ അദ്ദേഹവും തയ്യാറാവില്ല. ഈ ചർച്ചയിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രത്യേക പ്രശ്നം അതാണ്. പിന്നെ ഇപ്പോൾ ട്രംപ് ഈ വരട്ടുന്ന പോലെ 2 മിനിറ്റ് കൊണ്ട് കാര്യം തീർക്കണം, ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഇതുകൾ ഇങ്ങനെ പിന്നെ ഒരു ചർച്ച വേണമെന്ന് ആലോചിക്കും എന്നൊക്കെ പറഞ്ഞുള്ളതും, പിന്നെ റഷ്യ ഒരു വരട്ടാൻ നോക്കി. ഇതൊന്നും പുടിൻ്റെ അടുത്ത് നടക്കില്ല. പുടിൻ വളരെ കാൽക്കുലേറ്റ് ചെയ്ത് നീങ്ങുന്ന ഒരാളാണ്. KGBയുടെ തലവൻ വരെ ആയിരുന്ന ആളാണ്. ട്രംപിനെ കൂട്ട് ഈ വെറും വായ്ത്താരി പറഞ്ഞ് കച്ചവടം നടത്തുന്ന ഒരാളല്ല. അദ്ദേഹത്തിന് ഓരോന്നിനും കാൽക്കുലേഷൻ ഉണ്ട്. എന്തിനാണ് ഉക്രൈനെ ആക്രമിച്ചത്, എന്ത് പിടിച്ചാലാണ് നമുക്ക് ഗുണമുള്ളത്, എന്തിന് നാം ഇത്രയും പണവും ആളും ആയുധവും ലോകത്തിന് മുഴുവൻ വെറുപ്പും ഉണ്ടാക്കി വെച്ചിട്ട് ഞാനിത് ചെയ്തു, ഇതിൻ്റെ ഫലം എനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്ത് കോംപ്രമൈസ്, ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കുന്ന ആളാണ് പുടിൻ. അല്ലാതെ ട്രംപ് ഉദ്ദേശിക്കുന്ന പോലെ സെലൻസ്കിയെ കോട്ടിട്ടുകൊണ്ടാണോ താൻ വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ വരണ്ടു പോകുന്ന ആളല്ല പുടിൻ. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിൻ്റെ ചിന്തയും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ നടപ്പിലാക്കും എന്ന് പറയുന്ന വേറൊരു നരേന്ദ്രമോദിയാണ് ഈ പുടിൻ. അദ്ദേഹത്തിന് മാറ്റമില്ല, പാതയ്ക്ക് മാറ്റമില്ല, സഞ്ചരിക്കുന്ന പാതയിൽ അദ്ദേഹം വ്യതിചലിക്കില്ല. അപ്പം അതാണ് ട്രംപിനെ ഇവിടെ ഇപ്പം ഉത്തരം പറയാൻ പറ്റാത്തതാക്കിയത്. വേറൊരു അപ്പോൾ ഈ ട്രംപ് വയ്ക്കുന്ന താൻ അധികാരത്തിൽ കയറി കുറച്ച് മണിക്കൂറിനുള്ളിൽ യുദ്ധം നിർത്തുമെന്നൊക്കെ പറഞ്ഞിട്ടും ഒന്നും നടക്കാൻ കഴിഞ്ഞില്ല. കാരണം ട്രംപിന് ഉദ്ദേശം എന്താണെന്നറിയാമോ, നല്ല ഒരു ടോക്കിംഗ് ടൈംസിലായിരുന്നു. അപ്പോൾ പിന്നെ പുടിനും ഒരു ആഗ്രഹമുണ്ട്, ഈ USA നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ആൾ പ്രസിഡൻ്റായിട്ട് വരണം. ഏതെങ്കിലും ആൾ വന്ന് പിന്നെ ഇനി അവനും കൂടെ കിടന്ന് അടിയുണ്ടാക്കുന്ന ഒരു പ്രശ്നം വേണ്ട, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരാൾ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ നരേന്ദ്രമോദി ഉദ്ദേശിച്ച പോലെ തന്നെയാണ് ട്രംപ് ആയിരിക്കും അതിന് ഭേദം എന്ന് വിചാരിച്ചിട്ടാണ് പുടിനും സപ്പോർട്ട് ചെയ്ത് കൊടുത്തത്. അപ്പം അത് അവസാനം ഇത് വെളുക്കാൻ തയ്ച്ചത് പാണ്ടായെന്ന് പറഞ്ഞ പോലെ കൂടുതൽ വിഷമത്തിലായി. അപ്പോൾ അത് ട്രംപിൻ്റെ രീതിയിൽ പുടിന് ഇച്ചിരി കാൽക്കുലേഷൻ ഉണ്ട്. അപ്പം അതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഈ അലാസ്ക മീറ്റിങ്ങിന് വരുന്നത്. വളരെ ഹോംവർക്ക് ചെയ്തിട്ടേ അദ്ദേഹം അതിനൊക്കെ വന്നിട്ടുള്ളൂ. വരുന്നതിന് മുമ്പും അദ്ദേഹം വലിയതൊന്നും പറഞ്ഞില്ല, ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ചർച്ചയും കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. ട്രംപിൻ്റെ ഭീഷണിയെല്ലാം വന്നതിന് ശേഷം അദ്ദേഹം പറയുന്നത് ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കും, എല്ലാം നടക്കും, പക്ഷേ റഷ്യയുടെ സുരക്ഷിതത്വത്തിന് പ്രശ്നം വരുന്ന ഒന്നിനും ഞാൻ നിൽക്കില്ല. അതൊരു സ്റ്റേൺ പ്രസിഡൻറ്റിൻ്റെ ഒരു വാക്കായിരുന്നു. അപ്പോഴേ ഞാൻ വിചാരിച്ചു ഇതിൽ ട്രംപ് പറയുന്ന പോലെ 2 മിനിറ്റ് കൊണ്ട് ഞാൻ പറയും, 3 മിനിറ്റ് കൊണ്ട് കീഴടങ്ങും എന്നുള്ള രീതിയൊന്നും നടക്കില്ല. പിന്നെ വേറൊരു ഗുണം കൂടെ കിട്ടി. ട്രംപിൻ്റെ ഈ ഒരു ശൈലി കാരണം, തീരുവ അടിക്കൽ ഒക്കെ കാരണം പുടിന് വേറൊരു ഗുണം കിട്ടി. ഒറ്റപ്പെട്ട് നിന്ന റഷ്യയാണ്. ഇന്ത്യക്ക് പോലും അവരോട് അടുക്കാൻ ഒരു മടിയും വെറുപ്പും. കാരണം നാറ്റോയെ പണക്കണം, യൂറോപ്യൻ രാജ്യങ്ങളെ പണക്കണം, ട്രംപിനെ പണക്കണം,
ഇപ്പം നമ്മളൊരു അണ്ടർഗ്രൗണ്ട് ഡീൽ പോലെയാണ് ഈ പെട്രോളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ ചെറിയ തോതിൽ എന്നൊക്കെ പറഞ്ഞ രീതിയിലാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം പുടിൻ ശരിക്കും പറഞ്ഞാൽ പിന്നെ വലയത്തിലാകെപ്പോയി. ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നിൽ നിന്ന് അകന്നു നിൽക്കുന്ന, റഷ്യയിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു. പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങൾ, അവിടുത്തെ കൊച്ചു കൊച്ചു രാഷ്ട്രങ്ങളും അതൊക്കെ ഉണ്ടെങ്കിലും ഇറാനൊക്കെ ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങൾ റഷ്യയിൽ നിന്ന് അകന്നുപോയി. അപ്പം അതും പുള്ളിക്കൊരു ചിന്തയായിരുന്നു. ഈ ട്രംപിൻ്റെ തീരുവ തലക്കടി കാരണം പല രാഷ്ട്രങ്ങളും റഷ്യയുമായിട്ട് കൂടുതൽ കൈകോർക്കാൻ, പ്രത്യേകിച്ച് ഇന്ത്യ, പിന്നെ ചൈന, ഇറാൻ, അച്ചുതണ്ടങ്ങ് മാറി. ഉദ്ദേശിക്കാത്ത ഒരു ഡയമെൻഷൻ പുടിന് കിട്ടി, റഷ്യക്ക് കിട്ടി. പഴയ ഒരു ശീതസമര കാലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് പിടിച്ചെടുക്കാൻ ഇപ്പോൾ സഖ്യകക്ഷികൾ കൂടിച്ചേർന്നു. സഖ്യകക്ഷികൾ കൂടിയെന്ന് മാത്രമല്ല, വന്നവനൊക്കെ ആരാണ്? ലോകത്തൊന്നാമനാകാൻ നിൽക്കുന്ന ചൈന. അമേരിക്കയെ വെട്ടിയിട്ട് ഒന്നാമനാകാൻ സാമ്പത്തിക ശക്തിയിലും സൈനിക ശക്തിയിലും സ്പേസിലും എയിലും ഒന്നാമനാകാൻ നിൽക്കുന്ന ചൈന. അതാണ് ആദ്യം പുടിൻ കൂട്ടുപിടിച്ചത്. അപ്പോൾ ഈ തീരുവ നമുക്കിട്ട് തലക്കടി തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു? നമ്മളും രഹസ്യമായി പിന്നെ പുടിനെ സപ്പോർട്ട് ചെയ്തത് മാറ്റിയിട്ട് മോദി പരസ്യമായി പുടിനെ സപ്പോർട്ട് ചെയ്യാൻ പോയി. ഉടൻ തന്നെ ഇവിടുന്ന് നമ്മുടെ സുരക്ഷാ ഉപദേഷ്ടാവിനെ അങ്ങോട്ട് അയക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ പുറകെ വരുമെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പം നമ്മൾ ഓപ്പണായിട്ട് റഷ്യയെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇറാൻ നേരത്തെ ഒരു ബെൽറ്റ് ഉണ്ട്. അപ്പോൾ ഇന്ത്യ, ചൈന, റഷ്യ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ ഇതായി. പിന്നെ ഇറാനുണ്ട്. പിന്നെ ഇന്ത്യയുടെ പിന്നിൽ കുറേ രാഷ്ട്രങ്ങൾ, ചെറിയ ചെറിയ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളും ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളും ബ്രസീലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒറ്റപ്പെട്ട പുടിന്, ഒറ്റപ്പെട്ട റഷ്യക്ക് ഒരു വലിയ സേനയെ, രാഷ്ട്രങ്ങളുടെ ഒരു പിന്തുണയ്ക്ക് പുടിന് അവസരം കൊടുത്തു. ഇത് ട്രംപിന്റെ കയ്യിലിരിപ്പ് കാരണം കൊണ്ട് മാത്രം വന്നതാണ്. അപ്പം അത് പുടിന് ഓർമ്മയുണ്ട്. രണ്ടു വിധത്തിൽ ഞാൻ ജയിച്ചു നിൽക്കുകയാണ്. ഒന്ന്, ഇപ്പം സെലൻസ്കിയുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഉക്രൈൻ്റെ കയ്യിൽ നിന്ന് എന്തൊക്കെയാണ് പിടിച്ചെടുക്കേണ്ടത്, അത്യാവശ്യം വേണ്ടത്, അതെല്ലാം ഞാൻ ഇപ്പോൾ പിടിച്ചെടുത്ത് കൈ വെച്ചിരിക്കുകയാണ്. ഇവിടെ വെച്ച് വെടി നിർത്തിയാലും കുഴപ്പമില്ല, നിർത്തിക്കോ, അതിന് കുഴപ്പമില്ല. പക്ഷേ ഈ ഇതിന് ഇപ്പോൾ സെലൻസ്കിയും പിന്നെ ഈസ്റ്റേൺ യൂറോപ്യൻ രാഷ്ട്രങ്ങളും പറഞ്ഞെന്താ, പിടിച്ചെടുത്തതിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ ഉക്രൈന് കൊടുക്കണം. അതിൽ ട്രംപ് വിചാരിക്കുന്ന പോലെ പുടിൻ വീഴില്ല. പുടിൻ കാൽക്കുലേറ്റഡ് ആയിട്ടാണ് യുദ്ധം നടത്തിയത്. ഒരുപാട് നഷ്ടങ്ങൾ പുടിനും റഷ്യക്കും ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും ഇനി പിടിച്ചെടുത്ത് വിട്ടുകൊടുക്കാൻ ഇത് എന്തിനാണ് യുദ്ധം ചെയ്തതെന്നൊരു ചോദ്യം വരും. പണ്ട് ഇന്ദിരാഗാന്ധി 71-ൽ പാകിസ്ഥാന്റെ റാവൽപിണ്ടിയുടെ അടുത്ത് വരെ കയറിയതാണ് നമ്മൾ. എന്നിട്ട് നമ്മൾ തിരിച്ചിറങ്ങി കൊടുത്തു. POK അടക്കം നമ്മൾ വിട്ടുകൊടുത്തു. അതുപോലൊരു വിട്ടുവീഴ്ചയ്ക്ക് പുടിൻ തയ്യാറാവില്ല. അതുകൊണ്ടാണ് ഇതൊരു ഡെഡ് ലോക്ക് വന്നത്. പിന്നെ പുടിൻ്റെ അടുത്ത് പോയി ഡെഡ് ലോക്ക് വന്നു എന്ന് ട്രംപിന് പറയാനും ഒക്കില്ല. അപ്പോൾ ഇച്ചിരി ഒന്ന് പിടിച്ചേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾ കുഴപ്പമില്ല, എല്ലാം ഒരുവിധമായി, ഇനി ബാക്കി കൈ ഇരിക്കുന്നത് ആരുടെ കയ്യിലെന്നറിയാമോ? സെലൻസ്കിയുടെ കയ്യിലാണെന്ന് പറഞ്ഞാണ് ട്രംപ് ഇറങ്ങി പോകുന്നത്. പത്രക്കാരോട് ഇന്നിപ്പോൾ പറഞ്ഞതാണ്, ഞാൻ എല്ലാ ദിവസവും ഒരു സെറ്റപ്പൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്, ഇനി നിശ്ചയിക്കേണ്ട സെലൻസ്കിയാണ് എന്ന് പറഞ്ഞാൽ പുടിൻ ഒരു ചുക്കും വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല. സെലൻസ്കി കീഴടങ്ങുകയാണെങ്കിൽ ഇപ്പോൾ യുദ്ധം തീരും. ഇതാണ് പറയുന്ന തന്ത്രം. ആ തന്ത്രത്തിൽ സെലൻസ്കി വീഴുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യൂറോപ്യൻ യൂണിയൻ വീഴുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഘട്ടം ഘട്ടമായിട്ട് ഇച്ചിരി വല്ലതും പുടിനെ അങ്ങോട്ട് വിട്ടുവിട്, ഇച്ചിരി വല്ലതും ഇങ്ങോട്ട് വിട്ടുവിടുക എന്നൊക്കെ പറഞ്ഞ് ഒരു തീർപ്പിന് സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ അവസാനം നടത്തിയ വാചകങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ട്രംപിൻ്റെതൊക്കെ വെറും വാചകോടി മാത്രമാവുകയാണ്. തീർച്ചയായിട്ടും അത് ഈ ലോകത്തെ എല്ലാ വാചകോടിക്കാരും പറ്റുന്ന കുഴപ്പം ഇതാണ്. ദോസ് ഹു വർക്ക് വിൽ നോട്ട് ടോക്ക് എന്നാണ് പറയുന്നത്, കേട്ടിട്ടുണ്ടോ? സംസാരിക്കുന്നവൻ പ്രവർത്തിക്കില്ല, കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല. ഇത് പണ്ടുള്ളവർ പറയുന്നത് കറക്റ്റാണ്. ആര് കൂടുതൽ കുറയ്ക്കുന്നോ അവനെ കല്ലെടുക്കുന്നതിന് മുമ്പ് ഓടാൻ തുടങ്ങും. അതേസമയം മിണ്ടാതെ ഇങ്ങനെ കണ്ണുരുട്ടി നിൽക്കുന്ന പട്ടിയുണ്ടല്ലോ, എപ്പോൾ കടിച്ചിട്ട് പോയാൽ നോക്കിയാൽ മതി, അവൻ മിണ്ടില്ല. നമ്മൾ കയറുമ്പോൾ അവൻ കടി പറ്റിച്ചിരിക്കും. അതുപോലെയാണ് എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അത് ഈ പുടിൻ അങ്ങനെയാണ്. പുടിൻ മിണ്ടാതിരിക്കും. ഏത് അടി വന്നാലും ഇങ്ങനെ മിണ്ടില്ല, ഇങ്ങനെ നിൽക്കും. നരേന്ദ്രമോദി കണ്ടിട്ടുണ്ടോ? ഇതുവരെ ട്രംപിനെ എതിർത്തും വില വെച്ച് ഒന്നും അദ്ദേഹം അമേരിക്കക്കെതിരെ ഒന്നും വന്നിട്ടില്ല. പക്ഷേ പണി ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് അണ്ടർഗ്രൗണ്ടിൽ. അതാണ് ട്രംപ് വരണ്ട് 25 ആദ്യം, ഇനി 25, ഇനി അടുത്തത് വരുന്നു എന്നും പറഞ്ഞ് നിൽക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അപ്പോൾ ഈ ചൈനയുമായിട്ട് ഒരു 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 എന്താ പറയുക, ഒരു താരിഫ് അടിച്ചേൽപ്പിക്കുന്നതിനൊരു 90 ദിവസത്തെ ഇടവേള കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചതാണ്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ അതിനെ ഒന്നുകൂടെ അത് 90 ദിവസം ഇനി ഒരു 90 കൂടെ കൊടുക്കും. കാരണം എന്തറിയാമോ,
ചൈന ഇച്ചിരി ലൂസായിട്ട് നിൽക്കും. ഇപ്പോൾ ചൈനയാണ് അവരുടെ മുഖ്യ ശത്രു, ഇന്ത്യ ഒന്നും അല്ല, റഷ്യയും അല്ല. ചൈനയാണ് അമേരിക്കയുടെ മുഖ്യ ശത്രു. പക്ഷേ ഈ ശത്രുവിനെ പിടിച്ച് ഇപ്പം പിന്നെ ഇന്ത്യയുടെയും റഷ്യയുടെ ഇടയ്ക്ക് ഇട്ടുകൊടുത്താൽ ഇവർ മൂന്നും കൂടെ ചേർന്നാൽ നമ്മളെ മുടിക്കും. അതാണ് പ്രശ്നം. അപ്പം അതുകൊണ്ട് ഇവനെ കൂടുതൽ പണക്കാതെ അങ്ങനെ ഇടാനായിട്ട് ഡീപ് സ്റ്റേറ്റിലുള്ള ആരെങ്കിലും പറഞ്ഞു കൊടുത്ത് കാണും ട്രംപിന്. അല്ലെങ്കിൽ ട്രംപിന് അവിടെയും വാചമടിക്കുന്ന ആളാണ്. പിന്നെ ട്രംപിന് അങ്ങനെ പറയാൻ പോകില്ല, കാരണം ഇദ്ദേഹം പിടികിട്ടാത്തൊരു വ്യക്തിത്വമാണ്. ബിസിനസ് ലൈനിൽ കളിക്കാൻ പുള്ളിക്കറിയാം. അത് ആരെ കൂടെ നിർത്തി എന്ത് ബിസിനസ് ചെയ്യണം, ആരെ കൊച്ചാക്കി ഇവിടെ നിന്ന് എന്ത് നേട്ടം ഉണ്ടാക്കണം, ഈ കളിക്ക് ഭയങ്കര മിടുക്കനാണ്. അതുകൊണ്ടാണ് സെലൻസ്കി അടിച്ച് താത്തത്. സെലൻസ്കി അടിച്ച് താത്താൽ പുട്ടിനെ കയ്യിലെടുക്കാൻ എളുപ്പമുണ്ട്. ഇപ്പോൾ നരേന്ദ്രമോദി വഴി പോയി പുട്ടിനെ ഇവർ തമ്മിൽ വലിയ ഫ്രണ്ട്ഷിപ്പാണല്ലോ, അതുവഴി പുട്ടിനെ പിടിക്കണം എന്നൊക്കെ പലരും പറഞ്ഞിട്ടും ട്രംപിന് മനസ്സിലായി ഇനി നരേന്ദ്രമോദിയുടെ പിന്നെ വാൽ തൂങ്ങി അങ്ങോട്ട് പോകണ്ട. അപ്പോൾ എളുപ്പം എന്താണ്? പുട്ടിനെ കൊച്ചാക്കുക, ട്രംപിനെ സെലൻസ്കിയെ കൊച്ചാക്കുക, സെലൻസ്കിയെ പിന്നെ വരട്ടി ഓടിക്കുന്ന സ്റ്റൈലിലാക്കുക. അപ്പോൾ ട്രംപിന് പുട്ടിൻ്റെ അടുത്ത് ആക്സസ് കൂടും. ഇത്തരത്തിലുള്ള മൂന്നാംകിട സ്റ്റൈലുകൾ അദ്ദേഹം പ്രയോഗിക്കും. പക്ഷേ റിസൾട്ട് ഇപ്പോൾ ചിലതിനൊക്കെ ഉണ്ടാകുന്നുണ്ട്. പൂർണ്ണമായിട്ടും റിസൾട്ട് ഇല്ലാതാണ് ഈ പേപ്പിടി കാണിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ പുട്ടിൻ്റെ അടുത്ത് ഇത്തരം പേപ്പിടികൾ നടക്കില്ല, വെപ്രാളങ്ങൾ നടക്കില്ല. പുട്ടിൻ്റെ അടുത്ത് ഒരു നല്ല ഉടമ്പടി. അങ്ങനെയാണെങ്കിൽ ഇനി എന്തായിരിക്കും ആ യുദ്ധത്തിന്റെ ഒരു ഫ്യൂച്ചർ? യുദ്ധം പഴയ രീതിയിൽ അത്ര ഇതൊന്നും അല്ലെങ്കിൽ ഇല്ല, ഇനി യുദ്ധത്തിനുള്ള സ്കോപ്പില്ല. കാരണം നാറ്റോയും യൂറോപ്യൻ രാഷ്ട്രങ്ങളും ഏകദേശം അടുത്തിരിക്കുകയാണ്. നാറ്റോ രാഷ്ട്രങ്ങളും യൂറോപ്പും ഏകദേശം അടുത്തിരിക്കുകയാണ്. ട്രംപിൻ്റെ സപ്പോർട്ട് ഇനി വലുതായിട്ട് ഈ യുദ്ധത്തിനൊന്നും വരാൻ പോണില്ല. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഒബാമയെ പോലെ എനിക്ക് 2 വർഷം 2 ടേം US-ൻ്റെ പ്രസിഡൻ്റായിരുന്നു, ഇനി ഒരു നോബൽ സമ്മാനം. അത് കിട്ടണമെങ്കിൽ ഈ കുന്തം കിട്ടിയാലേ നടക്കുകയുള്ളൂ. അല്ലാതെ യുദ്ധം തീർക്കാൻ കഷ്ടപ്പെട്ടു ലോകം മുഴുവൻ നശിക്കാവുന്ന ഒരു യുദ്ധം. കാരണം നാറ്റോ രാഷ്ട്രങ്ങൾ മുഴുവൻ ഇത് സെലൻസ്കിയും പുടിനും തമ്മിലുള്ള കളിയല്ലല്ലോ, അല്ലെങ്കിൽ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള കളിയല്ല. നാറ്റോ രാഷ്ട്രങ്ങൾ മുഴുവൻ, ഇപ്പുറത്ത് റഷ്യ, ചൈന, ഇന്ത്യ, ഇറാൻ ഒക്കെ ഇങ്ങനെ ബാക്ക് ചെയ്യുന്നതായിട്ടും ഒക്കെ ചിത്രീകരിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ലോകമഹായുദ്ധം വരാനിരുന്ന 3-ാം ലോകമഹായുദ്ധം വരാനിരുന്നത് നെടുവേ പെട്ടി പൊളന്ന് തീർത്തത് ഞാനാണ്. അതുകൊണ്ട് നോബൽ സമ്മാനം എനിക്ക് തരുമെന്ന് അദ്ദേഹം പറയുകയാണ്. അതിനുള്ള അവസരം അദ്ദേഹം കളയില്ല. ഇതിൻ്റെ അവസാനം എനിക്ക് തോന്നുന്നത് പാവം സെലൻസ്കി കൊച്ചായി പോവും, അദ്ദേഹത്തെ ചവിട്ടി താക്കും. വലിയ പർച്ചേസിംഗ് പവർ ഒന്നും ഇല്ലാത്തൊരു രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിൽ അഭിനവ മഹാബലി ആവാനാണ് സാധ്യത. സെലൻസ്കിയെ ഇവർ ചവിട്ടി താക്കും. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ, മഹാബലിക്ക് വർഷത്തിലൊരിക്കൽ ഇങ്ങനെ നാട്ടിൽ വന്നോളാന്ന് പറഞ്ഞില്ലേ, അതുപോലെ ചെറിയ ചെറിയ ഉപകാരങ്ങളൊക്കെ ചെയ്ത് എന്തെങ്കിലും ചെയ്ത് ഒതുക്കും. ട്രംപും പുടിനും ഒറ്റക്കൈയാകാനുള്ള ശ്രമം നടത്തും. അത് പുടിന് നോബൽ പ്രൈസിലേക്കുള്ള ഒരു വഴിയാണ്. അത് അദ്ദേഹം നടത്തും. പിന്നെ ലോകരാഷ്ട്രങ്ങളെയെല്ലാം ഇപ്പോൾ പിന്നെ അമേരിക്കയ്ക്ക് എതിരാക്കി നിർത്തിയതിനെയൊക്കെ ഒരുവിധം സമാധാനിപ്പിച്ച് നിർത്താൻ ഇതുവഴി കഴിയുകയും ചെയ്യും. ഇന്ത്യക്ക് അതുകൊണ്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് വേറൊരു ഡിസ്കസ് ചെയ്യാം. തീർച്ചയായിട്ടും. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ യുദ്ധം അവസാനിക്കുമെന്ന പ്രതീക്ഷകളാണ്. കാര്യം പഴയ ഇത്ര രീതിയിലല്ല, അത്ര ആഴത്തിലോ പരപ്പിലോ യുദ്ധം നടക്കുന്നില്ല. എന്തായാലും റഷ്യ കൂടുതൽ ശക്തമാവും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാവുന്നത്. ട്രംപ് പോലും റഷ്യക്ക് മുന്നിൽ തല കുനിക്കുന്ന അവസ്ഥയാണുള്ളത്. എന്തായാലും ഒരുപാട് നന്ദി സാർ, നന്നായിട്ട് സംസാരിക്കാം. താങ്ക് യു.